ദലിത് ക്രൈസ്തവർ സഹോദരങ്ങളാണെന്നും അവരെ ഒറ്റപ്പെടുത്താനാവില്ലെന്നും അണ്ണാ DHRM പാർട്ടി. കേരളത്തിലെ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും മതപരിവർത്തനം ചെയ്തു പോയ വിഭാഗത്തെ പട്ടിക ജാതിയിലേക്ക് കൊണ്ടുവരുന്നതിന് സാധനത്തിനൊരു തെളിവെടുപ്പ് നടത്തുന്നതിനെ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. സ്വാതന്ത്ര്യം ലഭിച്ച് 70 നൂറ്റാണ്ടുകൾക്ക് ശേഷവും തുടരുന്ന അവഗണന അവസാനിപ്പിക്കണം. മതം മാറിയതിൻ്റെ പേരിൽ ഒരു സമൂഹത്തിനു നേരെയുള്ള അവഗണന കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്ന് അണ്ണാ DHRM പാർട്ടി അഭിപ്രായപ്പെട്ടു. തിരുവനന്തപുരം കളക്ട്രേറ്റിൽ നടന്ന ജസ്റ്റിസ് ബാലകൃഷ്ണൻ കമ്മീഷൻ തെളിവെടുപ്പിലാണ് അണ്ണാ DHRM പാർട്ടി പ്രതിനിധികൾ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചത്. ദലിത് ക്രൈസ്തവർക്ക് പട്ടികജാതി പദവി നൽകുന്നത് സംബന്ധിച്ച് പഠനം നടത്താനായി രൂപീകരിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ കമ്മീഷൻ. കമ്മീഷൻ പൊതുജനങ്ങളുടെ അഭിപ്രായം കേൾക്കാനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ വിവിധ സംഘടനാ നേതാക്കൾ പങ്കെടുത്ത് അഭിപ്രായം രേഖപ്പെടുത്തി. അണ്ണാ DHRM പാർട്ടിയെ പ്രതിനിധീകരിച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജി കൊല്ലം, പ്രസിഡന്റ് ഉഷ കൊട്ടാരക്കര, സെക്രട്ടറി ബൈജു പത്തനാപുരം തുടങ്ങിയവർ പങ്കെടുത്തു. ജാതീയ പീഡനങ്ങളിൽ നിന്ന് രക്ഷ തേടിയാണ് ദളിതർ മതം മാറിയിട്ടുള്ളത്. അവർ അയിത്തവും പീഡനങ്ങളും അനുഭവിച്ചിരുന്നില്ല എന്ന വാദത്തിൽ യുക്തിയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പട്ടികജാതി പദവി നൽകേണ്ടത് അനിവാര്യമാണെന്ന് സജി കൊല്ലം പറഞ്ഞു. വർഷങ്ങളായി ദളിത് കോളനികളിലും പ്രദേശങ്ങളിലും ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് ഏറ്റവും ദയനീയമായ അവസ്ഥയിൽ തന്നെയാണ് മതപരിവർത്തനം ചെയ്തു പോയിട്ടുള്ള ഈ വിഭാഗം ജീവിക്കുന്നത്. നമുക്കറിയാം, രാജ്യത്തെ കൊടിയമായ ഒരു ജാതീയ പീഡനം നിന്ന ഘട്ടങ്ങളിലാണ് ഈ വിഭാഗത്തിൽ നിന്ന് ഒരു കൂട്ടം ആൾക്കാർ ജാതി പീഡനം സഹിക്കാൻ വയ്യാതെ മതപരിവർത്തനം ചെയ്തു പോയിട്ടുള്ളൂ. അതല്ലാതെ അവർ മതപരിവർത്തനം ചെയ്ത് പോയതിൻ്റെ പേരിൽ അവർക്ക് ഇന്നും ജാതിപരമായ വേർതിരിവ് സമൂഹത്തിൽ ഇല്ല എന്ന് പറയുന്നതിന് ഞങ്ങൾ യോജിക്കില്ല. കാര്യം ഇന്നും എല്ലാ മേഖലകളിലും ജാതിപരമായ പീഡനവും അതോടൊപ്പം തന്നെ അവഹേളനയും ഈ പറയുന്നത് ക്രൈസ്തവ വിഭാഗത്തിലുള്ള സഹോദരങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കമ്മീഷന്റെ മുമ്പാകെ തന്നെ ഒരുപാട് കേസുകളും വന്നിട്ടുണ്ട്. മാത്രവുമല്ല, പ്രാദേശിക മേഖലയിൽ താഴെത്തട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇന്നും ജാതി പറഞ്ഞു തന്നെയാണ് അവരെ അഭിസംബോധന ചെയ്യുന്നത്. അതായത് പറയ ചാക്കോന്നും അല്ലെങ്കിൽ പുലയ ജോൺസൺ ഇങ്ങനെയൊക്കെ തന്നെയാണ് വിളിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ജാതിപരമായ വേർതിരിവിൽ നിന്നും മാറ്റമൊന്നും അവർക്കുണ്ടായിട്ടില്ല. ഇതര മതസ്ഥർ പട്ടിക വിഭാഗത്തിൽ എത്തുമ്പോൾ സംവരണ തോതിൽ കുറവുണ്ടാകുമെന്ന പരാതി പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഇതിന് പട്ടിക വിഭാഗ സംവരണം 18% ഉയർത്തണം. സംവരണ മെറിറ്റിൻ്റെ 50% കൂടരുതെന്ന സുപ്രീം കോടതി നിർദ്ദേശം നിലനിൽക്കെ തന്നെ 10% സാമ്പത്തിക സംവരണം നടത്തിയ സാഹചര്യത്തിൽ പട്ടിക വിഭാഗ സംവരണം 18% ഉയർത്തുന്നതിൽ തടസ്സമില്ല എന്നും സജി കൊല്ലം അഭിപ്രായപ്പെട്ടു. ഈ വിഭാഗത്തിനെ പട്ടികജാതി ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ പൊതുവെ ഉള്ള ഒരു തെറ്റിദ്ധാരണ, പട്ടികജാതി സംഘടനകളൊരു തെറ്റിദ്ധാരണ നിലനിൽക്കുന്ന ജാതീയ സംവരണത്തിൽ കുറവ് വരുമെന്നുള്ളൊരു പ്രശ്നമാണ്. അതാണ് പൊതുവായി എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും അവർക്ക് പട്ടികജാതി ലിസ്റ്റിലേക്ക് കൊണ്ടുവന്ന് അല്ലെങ്കിൽ അവരെ അതിലേക്ക് ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അവരുടെ നിലനിൽക്കുന്ന ജാതി സംവരണത്തിൽ നമ്മൾക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റുന്നേ ഉള്ളൂ. കാര്യം നിലവിലെ EWS സുപ്രീം കോടതിയുടെ 50% മുകളിലേക്ക് 10% വന്നിട്ടുണ്ട്. സ്വാഭാവികമായി ഇവരും കൂടി ഈ വിഭാഗത്തിലേക്ക് വന്നതായ ജനസംഖ്യാനുപാതികമായി എണ്ണം വർദ്ധിക്കാം. ആ വർദ്ധിക്കുന്ന അനുസരിച്ച് ഭരണഘടനാപരമായി എന്ത് ചെയ്യുന്നു, സംവരണ മാനദണ്ഡം കൂട്ടിയാൽ അത് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. പക്ഷെ അതിനെ ഇവിടുത്തെ ജാതി സംഘടനകൾ പൂർണ്ണമായും എതിർക്കുകയാണ്. പക്ഷെ ഒരിക്കലും ഞാൻ പ്രധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഈ വിഭാഗത്തിൽ അവർ മറ്റൊരു മതത്തിലേക്ക് പോയെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഒരിക്കലും പട്ടികജാതി സമൂഹത്തിൻ്റെ ആൾക്കാരല്ല, മറ്റു വിഭാഗമാണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ്. അവരെ ഈ സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്ന സംവരണ ആനുകൂല്യത്തിൽ അവരെ ഉൾപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് മോദി വിഷൻ.